ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 4G വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ് പറഞ്ഞത്. ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യണം, ബ്രേക്ക് ചെക്ക് ചെയ്യണം, ഇത്രയും കേസാണ് പറഞ്ഞേക്കണത്. വാട്ടർ സർവീസ് ഓൾറെഡി കസ്റ്റമർ ചെയ്തുകൊണ്ട് വന്നേക്കണ വണ്ടിയാണ് കേട്ടോ. ഇപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി എൻ്റെ ബാക്ക് ബ്രേക്ക് ഷൂവിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ബാക്കിൽ കിടക്കുന്ന വണ്ടിയിൽ ഇപ്പോൾ നിലവിൽ കിടക്കുന്ന ബ്രേക്ക് ഷൂ ഉണ്ടല്ലോ, ഒന്നാമത് ഇത് കമ്പനി ലൈനർ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. തന്നെയല്ല അത് അഡ്ജസ്റ്റിങ് നമ്മളിപ്പോൾ ഏകദേശം ഒരു പകുതിയിൽ കൂടുതലായിട്ടുണ്ട്. തന്നെയല്ല വണ്ടി ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കാനും ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലൈനർ മാറ്റി പുതിയത് ഇടാം, കമ്പനി ആയിട്ടുള്ള ഒറിജിനൽ പാർട്സ് യൂസ് ചെയ്യുക, അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. പിന്നെ ബ്രേക്കിൻ്റെ ഈ ക്യാമിനൊക്കെ നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട്, അത് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കയറ്റാം. അതേപോലെ തന്നെ ഈ ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ആക്സിലാണത്, അതിൻ്റെ ഷാഫ്റ്റിൻ്റെ ബെയറിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നതിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച് സൈഡൊക്കെ നമ്മൾ നോക്കണുണ്ട് കേട്ടോ. എയർ ഫിൽറ്റർ നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽറ്റർ പൊടിയൊക്കെ കയറിയിട്ട് മൊത്തത്തിൽ അടഞ്ഞൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് കേട്ടോ. എയർ ഫിൽറ്ററൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോഴും എയർ ഫിൽറ്ററും പ്ലഗും നമ്മൾ മാറ്റി നിർബന്ധമായിട്ട് ഇടേണ്ടതാണ്. ഇതല്ലെങ്കിൽ എന്ത് പറയുന്നത് വെച്ചാൽ ഒന്നാമത് മൈലേജ് ഒരുപാട് കുറവ് വരും, തന്നെയല്ല എഞ്ചിൻ ഹെഡിനകത്ത് കരിയുടെ അളവ് കൂടും. അത് പിന്നീട് നമുക്ക് വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കും. അതായത് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ്, മിസ്സിങ്, അതേപോലെ തന്നെ വണ്ടി കംപ്രഷൻ ലീക്കേജ്, അങ്ങനെ പല പ്രോബ്ലംസും അതുമായി ബന്ധപ്പെട്ട് വന്ന കേസാണ് കേട്ടോ. അപ്പോൾ എയർ ഫിൽറ്റർ നമ്മളിപ്പോൾ എയർ ഫിൽറ്റർ എസ്റ്റിമേറ്റ് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മാറ്റിയാൽ പോലും ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോഴും എയർ ഫിൽറ്ററും പ്ലഗ് നമ്മൾ മാറ്റിയിടണം കേട്ടോ. അതാണ് അതിൻ്റെ ശരിക്കും നല്ല ലൈഫ് എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞാലും വണ്ടി ഓടും, പക്ഷേ പ്രോബ്ലം എന്താ വെച്ചാൽ അതിൻ്റെ പിന്നീട് വന്ന എക്സ്പെൻസ് നമുക്ക് ഒരുപാട് കൂടുതലായിട്ടുള്ള വന്ന പണി അതും വന്നുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ക്ലച്ച് സൈഡ് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് സൈഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു. അപ്പോൾ ഇവിടെ 2 ഓയിൽ സീലും ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീലാണ്, ഇത് ക്ലച്ച് ഷാഫ്റ്റ്. രണ്ടിൻ്റെ ഈ ഭാഗത്തൊക്കെ ഓയിൽ ഇങ്ങനെ ഇറ്റ് വന്നിരിക്കുന്നുണ്ട്. ഈ സൈഡ് ഓയിൽ ലീക്കായിട്ട് താഴേക്ക് ഇങ്ങനെ ഒലിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം 2 ഓയിൽ സീൽ നമുക്ക് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യണം. പിന്നെ അത് കൂടാണ്ട് ക്ലച്ചിൽ വന്ന പാർട്സുകളാണിത്, ഈ വേരിയേറ്റർ ബോഡി എന്ന് പറയും. അതിൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ് അതിനകത്ത് കട്ടായി പോയിട്ടേ ഈ ബുഷ് അതിൻ്റെ ഉള്ളിൽ പൊട്ടിപ്പോയിട്ട് അത് ചെന്ന് ഈ മെറ്റൽ പീസ് ഒന്ന് അടിച്ചിട്ട് ഈ വീലൊക്കെ ഡാമേജ് ആയിരിക്കുക. ഇതിവിടെ നോക്കുമ്പോൾ എത്രയും കർവ് ചെയ്ത് എടുത്ത് പോയേക്കാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ വന്നേക്കുമ്പോൾ തന്നെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാത്തിനും പറ്റിയിട്ടുണ്ട്. ഈ സൈഡ് എല്ലാ ലെഗിൻ്റെ അടിയുടെ അടി കൊണ്ടിട്ട് മൊത്തത്തിൽ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ചതഞ്ഞിരിക്കുകയാണ് സംഭവം. അപ്പോൾ ഈ വീലും ഈ പീസ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ബുഷ് സെറ്റും മാറ്റിയിടാം, ഏറ്റവും സേഫ്. കാരണം എന്ന് വെച്ചാൽ അതല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ വീണ്ടും മൊത്തത്തിൽ അടിച്ച് പോകും, മൊത്തം ഈ വീലുകളും കംപ്ലയിൻറ്റ് വരും. ഇപ്പോൾ നിലവിൽ റോളറിന് പ്രശ്നം പറ്റിയിട്ടില്ല. റോളറിന് സൈഡ് തിരിച്ച് തേമാനം വന്നിട്ടുണ്ട്, പക്ഷേ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത സിറ്റുവേഷനൊന്നും ആയിട്ടില്ല. ഇപ്പോഴത്തെ കണ്ടീഷനാണെങ്കിൽ ഈ വീലും ഈ ബുഷുകളും മാറ്റിയിട്ട് കഴിഞ്ഞാൽ പ്രോബ്ലം അവിടെ സോൾവ് ആയിക്കോളും. പിന്നെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം. അതൊക്കെ നമുക്ക് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലുള്ളതാണ്. അപ്പോൾ ജനറൽ സർവീസിൽ ലേബർ ചാർജ്, പണിക്കാശ് വേറെ വരുമൊന്നുമില്ല. നമുക്ക് ഈ മാറ്റുന്നുണ്ടെങ്കിൽ ഈ പാർട്സുകൾ കൂടെ മാറ്റി പോവുകയാണെങ്കിൽ അതാണ് ഏറ്റവും സേഫ് കേട്ടോ. നമ്മളിപ്പോൾ ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അഴിക്കണതാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഡാമേജുള്ള ഭാഗങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെന്നുള്ളൂ. നിങ്ങൾ അപ്രൂവൽ തരാണെങ്കിൽ നമ്മളത് അഴിച്ച് മാറ്റി ഞാൻ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തി പറയാം എത്ര നമുക്ക് ചിലവ് വരും എന്നുള്ള കേസ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി, ബെൽറ്റ് കുഴപ്പമൊന്നുമില്ല. വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ്, നല്ല ബെൽറ്റാണ്. അപ്പോൾ അത്യാവശ്യം കിടന്ന് ഓടിക്കോളും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് പൊടിയാണ്. നമ്മൾ കറക്റ്റായിട്ട് സർവീസ് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടല്ല ചെയ്യണം, ടൈമിങ്ങിൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ മിസ്റ്റേക്കാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓയിലും പൊടിയൊക്കെ പിടിച്ച് ആകെ ചെളി. നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കേണ്ട ഭാഗമാണ് ഈ ക്ലച്ച് എന്ന് പറയുന്ന ഭാഗം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചേക്കാം. കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ പറഞ്ഞ വീലും ഇത് മാറ്റിയാലാണ് അത് റെഡി ആവുള്ളൂ. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഹെഡിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിൽ ലീക്കും കാര്യങ്ങളുണ്ട്. ആ ഗ്യാസ്കറ്റ് അഴിച്ച് മാറ്റിയിട്ട് കഴിഞ്ഞാൽ പ്രോബ്ലം നമുക്ക് അവിടെ സോൾവ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ വണ്ടി വാട്ടർ സർവീസ് ചെയ്തിട്ടാണ് വന്നേക്കണത്. പക്ഷേ അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയൊക്കെ നോക്കിക്കോട്ടെ. അതിൻ്റെ ഉള്ളൊക്കെ ഫുള്ള് ചെളി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ചെളിയാണ് അതിൻ്റെ ഉള്ളിലത്തെ കേട്ടോ. ഇതിപ്പോൾ ഇടയ്ക്ക് നമ്മൾ സർവീസിനൊക്കെ ആയിട്ട് വന്ന സമയത്ത് ഇതേപോലെ തന്നെ അഴിച്ചൊന്ന് വാട്ടർ സർവീസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മളത് കൊടുത്ത് കറക്റ്റായിട്ട് ചെയ്ത് എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെയിൻറ്റ് ടച്ച് ചെയ്ത് നമുക്ക് റിട്ടേൺ തരാം. കാരണം ഇടയ്ക്കൊക്കെ കഴിയില്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഈ ചെളി പിടിച്ചിരിക്കുമ്പോൾ അറിയാൻ പറ്റില്ല എവിടെയെങ്കിലും തുരുമ്പ് കയറിയിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഒന്ന് വാട്ടർ സർവീസ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്ത് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ബോഡി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 100-150 രൂപ നമുക്ക് ചിലവ് വരും. പക്ഷേ അഴിച്ച് കഴുകുമ്പോൾ നേരെ ഇരട്ടിയാണ്, പക്ഷേ 300 വരും. പക്ഷേ അത്യാവശ്യം എല്ലാ ഭാഗവും പക്കയായിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കി പെയിൻറ്റ് ടച്ച് ചെയ്യാനെങ്കിൽ ടച്ച് ചെയ്ത് ക്ലിയർ ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടും പറ്റും. അതിനിപ്പോൾ ഈ തവണ അങ്ങനെ പോട്ടെ, നെക്സ്റ്റ് സർവീസിലൊക്കെ വന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. കൃത്യമായിട്ടൊന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ചെയ്യാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മൾ ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ബുഷിനൊക്കെ ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കോളർ മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം ഓക്കെ ആയിക്കോളും. ഗ്രീസ് ചെയ്ത് നോക്കാം, എന്നിട്ട് പ്ലേയിൽ വ്യത്യാസം മഞ്ഞില്ലെങ്കിൽ മാത്രം കോളർ മാറ്റിയാലും മതി, കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ബ്രേക്ക് ആമിനും ഇതേപോലെ തന്നെ ചെറിയൊരു ടൈറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. ഫ്രണ്ട് ടയർ അത്യാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനിപ്പോൾ ചെയ്യേണ്ട കേസ് ഒന്നുമില്ലല്ലോ. ബാക്കിലത്തെ ടയർ നമുക്ക് പെട്ടെന്ന് തീരും. നമ്മുടെ ബാക്കിലത്തെ ടയർ ഏകദേശം തീരാറായ അവസ്ഥയിൽ നിൽക്കണേ.
ബാക്ക് ടയർ എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിനിയിപ്പോൾ ടയർ മാറ്റി പുതിയത് ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ നേരെ ബാക്കിലേക്ക് ഇടണം. പുതിയ ടയർ വേണം ഫ്രണ്ടിൽ ഇടാൻ കേട്ടോ. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഹാൻഡിലും ഒരു ബലം ഒരു വെട്ടലൊക്കെ പോലെ വന്നുണ്ട്. അത് ടയറുമായി ബന്ധപ്പെട്ടാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മൾ പുതിയ ടയർ ഇടുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഈ ടയർ ബാക്കിലേക്ക് ഇടുമ്പോൾ നമുക്ക് മാക്സിമം അത് ഉപയോഗിച്ച് തീർക്കാനും പറ്റും. പുതിയ ടയർ ഫ്രണ്ടിൽ വരുമ്പോൾ ഓടിക്കാനായിട്ട് നല്ല സ്മൂത്ത്നെസ്സും ബാലൻസിങ്ങും കറക്റ്റായി കിട്ടുകയും ചെയ്യും. അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. നമ്മുടെ അടുത്ത് കൊണ്ടുവരാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അത് സംഭവം ചെയ്തേക്കാം. ഇനി അതല്ല നിങ്ങൾ പുറത്താണ് ചെയ്യണമെങ്കിൽ പോലും കറക്റ്റായിട്ട് പറഞ്ഞ് ചെയ്യണം കേട്ടോ. അതല്ലെങ്കിൽ അവർ കൃത്യമായിട്ട് ബാക്ക് അഴിച്ച് പണി എളുപ്പത്തിന് ബാക്ക് അഴിച്ചിട്ട് ആ റിമ്മ് മാറ്റി അത് റീസെറ്റാക്കി തരും. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയെന്ന് വരില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2020 ബാറ്ററിയാണ്. അത് ഏകദേശം 5 വർഷം പഴക്കമായിട്ടുള്ള ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കി 13 വോൾട്ട് വരെ നിലവിലിപ്പോൾ കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 9.17. നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ബാറ്ററിക്ക് വേറെ പ്രോബ്ലം ഉള്ളതായിട്ടൊന്നും കാണുന്നില്ല. ഓക്കെയാണ്. പിന്നെ ഈ ഫ്രണ്ടിലത്തെയും ഈ സൈഡിലും ചെളിയുടെ ഒക്കെ അവസ്ഥ ഇതാണ്. ഫുള്ള് ചെളിയാണ് അതിൻ്റെ ഉള്ളിൽ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പ്ലഗ് മാറ്റുന്ന കേസ് ഞാൻ എസ്റ്റിമേറ്റ് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെയാണ് പ്ലഗും മാറ്റി വിടേണ്ടത്. അത് രണ്ടും ഒരുമിച്ച് മാറ്റേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് ഒരു സ്പോഞ്ച് പോലത്തെ ഐറ്റാണ്. അത് ഈ ഭാഗത്തായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ അത് മൊത്തം പൊടിഞ്ഞ് ഈ ഒരു അഴുക്ക് പിടിച്ച അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ആ ബോക്സിൻ്റെ ആ ഭാഗമൊക്കെ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പുതിയ ഫിൽറ്റർ നമുക്ക് വെച്ചിട്ട് വേണം സെറ്റ് ചെയ്യാൻ. ഏകദേശം ഒരു 50 രൂപ അടുത്തൊക്കെ നമുക്ക് അതിന് കോസ്റ്റ് വരുള്ളൂ. 50 രൂപ താഴെ വരുള്ളൂ. പിന്നെ എഞ്ചിൻ ഓയിൽ ഈ പറഞ്ഞ രീതിയുടെ ഓയിൽ നല്ല രീതിയിൽ മോശമായിട്ടുണ്ട്. ഓയിലും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് ജനറലായിട്ടുള്ള സർവീസാണ് മെയിനായിട്ട് വന്നേക്കുന്നത്. അതിനോടനുബന്ധിച്ച് വന്നേക്കുന്ന വർക്കുകളാണ് ഒട്ടുമിക്കതും. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ അഡീഷണലായിട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയുടെ ക്ലച്ചിനകത്ത് വന്നേക്കണ ആ ഒരു കേസ് വീലുകളാണ് നമുക്ക് മാറ്റേണ്ടതായിട്ട് വന്നത്. പിന്നെ ഇത് ഈ ചോക്കിൻ്റെ കേബിൾ നമുക്ക് ഇവിടെ ഓൾറെഡി പൊട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചോക്ക് കേബിളും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റിയിട്ടേക്കാം കേട്ടോ. ഈ സൈഡ് പൊട്ടി ചോക്ക് ഉപയോഗിക്കുക ഇടയ്ക്കൊക്കെ. ഇത് നല്ല ടൈറ്റാണ്, ഇടയ്ക്ക് ഉപയോഗിക്കുക. കാരണം ഇവിടെ പൊട്ടിയിരിക്കുന്ന കാരണം നമുക്ക് ഇവിടെ ചോക്ക് വലിഞ്ഞ് നിൽക്കും. അപ്പോൾ വലിഞ്ഞ് നിൽക്കുമ്പോൾ എന്ത് പ്രോബ്ലം എന്ന് വെച്ചാൽ മൈലേജ് ഷോട്ട് കാര്യങ്ങൾ വരും. പെട്രോൾ പെട്ടെന്ന് ഉപയോഗിച്ച് തീരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതും കൂട്ടത്തിൽ കൂടെ റെഡിയാക്കി ഇട്ടേക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം നമ്മളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ.